ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടെ. പട്ടാളക്കാരൊക്കെ കാവൽ നിൽപ്പുണ്ട്. മരിച്ച ആൾക്കാരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവരുടെ പേരുകളൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഫുള്ള് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്താണ്, ഡൽഹിയിലാണ്. ഇവിടുത്തെ ഇന്ത്യ ഗേറ്റിലാണ് ഉള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കുള്ള യാത്രയാണ്. കുറേ തവണ ഡൽഹി വന്നിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇന്ത്യ ഗേറ്റ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഡിഫൻസിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഒരുപാട് ആർമിയുടെയും എയർഫോഴ്സിൻ്റെ ഒക്കെ ഓഫീസുകളും അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സുകളൊക്കെയാണ് ഈ ഇന്ത്യ ഗേറ്റ് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ കാണാം ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടെ പോകാനായിട്ടുള്ള കിലോമീറ്റർ എഴുതി വെച്ചിരിക്കുന്നത് 7.9 കിലോമീറ്റേഴ്സാണ് ഇനിയുള്ളത് നമുക്ക്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഉച്ചയാണ് സമയം. നല്ല തിരക്കുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷനായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പാർക്കിംഗ് നമ്പർ 1-ലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കാണാം. ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് വണ്ടികളും അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വേണം ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് കയറാനായിട്ട്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് കിട്ടുന്നത്. ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പുൽമേടാണ്. അപ്പോൾ ഇവിടെ ഒരു തടാകം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ ചുറ്റു പരിസരങ്ങളിൽ ഇരിക്കുന്നൊരു കാഴ്ചയെ കാണാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ കാണാം. ആ മരങ്ങളുടെ ചോട്ടിലൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ടും സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു അവസരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അതായത് ഇന്ത്യയുടെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വളരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് സമയം ചിലവഴിക്കാനായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ്. അധികം ആഴമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഈ ചൂടത്ത് ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. ആ വെള്ളത്തിന് കുറുകെയായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഇവിടെയുള്ള ഒരു പാർക്കിലേക്കാണ്. അപ്പോൾ ആ പാർക്കിലേക്ക് ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടും സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കൃത്രിമമായിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണാം. ഓരോരോ സാധനങ്ങളൊക്കെ സെല് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ ചില ആൾക്കാർ ചെവി ക്ലീൻ ചെയ്യാനായിട്ട്, ചിലർ സൺഗ്ലാസ് വിൽക്കാനായിട്ട്, ചിലർ ഫോട്ടോ എടുക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാം. എല്ലാവർക്കും പൈസ വേണം. അതിനുവേണ്ടി ഇവിടെ ആൾക്കാരുള്ള ഏരിയ ആയതുകൊണ്ട് എല്ലാവരും വളഞ്ഞിട്ട് പിടിക്കുവാണ് നമ്മളെ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ ഇന്ത്യ ഗേറ്റിൽ അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ഒരു സബ്വേ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഈ സബ്വേയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ സബ്വേയുടെ ഓരോ സൈഡിലുമായിട്ട്, 2 സൈഡിലുമായിട്ട് നമുക്ക് കാണാം. 2 സൈഡിലുമായിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യ ഗേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം, അപ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഏകദേശം ഇന്ത്യ ഗേറ്റിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ വായിക്കാനായിട്ടും ഇവിടെ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ള ഒരു അവസരം നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ നമുക്കിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. നാഷണൽ മ്യൂസിയം ഓഫ് നോർത്ത് ബ്ലോക്ക്, അങ്ങനെ ഒരു മ്യൂസിയം, പ്രസിഡൻറ്റ് പാർലമെൻറ്റ് ബിൽഡിങ്, ന്യൂ പാർലമെൻറ്റ് ബിൽഡിങ്, ചേംബേഴ്സ് ഓഫ് മെമ്പർ പാർലമെൻറ്റ്, അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മാപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണാൻ പറ്റും, അതെല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഒരു ഇച്ചിരി ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അടിവശത്ത് എത്താവുന്നതാണ്. ഒരുപാട് ആൾക്കാരെ കാണാം. ഫോട്ടോഗ്രാഫിയും പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയെല്ലാം പുല്ലൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ളൊരു സമയമായതുകൊണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ വേണ്ടിയാണ് ഇവിടെ നനച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇന്ത്യ ഗേറ്റിൻ്റെ വ്യൂ ആണ്. അത്ര സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് വരണം, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ബുക്കിൽ പഠിച്ച ആ സ്ഥലം നേരിട്ടൊന്ന് കാണണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഇന്നാണ് നടന്നത്. ഒരുപാട് കാലം ഡൽഹി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വരാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇന്നെന്തായാലും സംഭവം നമുക്ക് സമയമൊത്തു. ഞാനിതിൻ്റെ അടുത്താണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടാനായിട്ട് വളരെ ഈസി ആയിട്ട് എനിക്ക് എത്താൻ പറ്റി.
ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ കാണാം. ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന കൂടുതൽ അവർ ഇന്ത്യയുടെ ഒരു മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഇന്ത്യ ഗേറ്റും വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും കാണാം ഇവിടെ ഫ്രണ്ടിലായിട്ട് ഭയങ്കര തിരക്കാണ്. ഫോട്ടോ എടുക്കാനായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ആൾക്കാർ കൂട്ടം കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ഇന്ത്യ എന്നൊരു എഴുത്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അഫ്ഗാൻ വാറിൽ, അതായത് 3rd അഫ്ഗാൻ വാറിൽ പങ്കെടുത്ത ആൾക്കാർ അല്ലെങ്കിൽ മരിച്ച ആൾക്കാരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവരുടെ പേരുകളൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ള ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ടും ഒക്കെ ഉള്ളൊരു ചാൻസാണ് കിട്ടുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നട്ടുച്ച ഒരു സമയത്തായതുകൊണ്ട് നല്ലൊരു ചൂടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ വന്ന ഒരു സമയത്ത് എന്തായാലും നല്ലൊരു സമയമല്ല, പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുവാണ്. അപ്പോൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും തിരക്കായിട്ടുള്ള ഒരു അനുഭവം നമുക്കിവിടെ കിട്ടും. പക്ഷേ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ രസമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ രാത്രിയിൽ വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ നല്ലൊരു സമയം ചിലവഴിക്കാനും പറ്റിയൊരു സ്ഥലമാണിത്. ബാരിക്കേഡ് വെച്ചേക്കുവാണ്, ഇവിടെ ഇങ്ങനെ ചെയിൻ ഇട്ടിരിക്കുവാണ്. നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഹൈ സെക്യൂരിറ്റിയാണ്. ഇവിടെ പട്ടാളക്കാരൊക്കെ കാവൽ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമുക്ക് ആ നേരത്തെ കണ്ട ആൾക്കാരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാം. അപ്പം അഫ്ഗാൻ 2nd വാറിൽ പങ്കെടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അവിടെ വീരമൃത്യു പ്രാപിച്ച പട്ടാളക്കാരുടെ ഓർമ്മകൾ അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കട്ടകളിലും ആൾക്കാരുടെ പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് കണ്ട് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇവിടെ ഒരു നല്ലൊരു സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലൊരു സ്റ്റാച്ചു, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് നല്ലൊരു പൂന്തോട്ടമൊക്കെ കാണാം. പൂന്തോട്ടത്തിനകത്ത് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുവാണ്. അവിടെ ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് മാത്രമല്ല നിങ്ങൾക്ക് കാണാനുള്ളത്, ഒരുപാട് കാഴ്ചകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ സബ്വേ ക്രോസ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു മാപ്പ് കാണാൻ കഴിഞ്ഞു. ആ മാപ്പിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത്. ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. അപ്പോൾ മാപ്പിൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് മാത്രമല്ല, ഇന്ത്യ ഗേറ്റിൽ നിന്ന് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ, അതായത് ഇന്ത്യയിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹാർട്ടായിട്ടുള്ള ഒരു ഭാഗം, അതാണ് നമ്മൾ ഈ നിൽക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ സ്ഥലം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എത്തേണ്ടതായിട്ട് വരും. രാവിലെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയം നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സമയമായതുകൊണ്ട് നമുക്ക് അധികം സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ഇന്ത്യ ഗേറ്റ് ഫുൾ ടൈം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റപ്പോട് കൂടി ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അപ്പോൾ എന്തായാലും ഇന്ത്യ ഗേറ്റ് കാണേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ ഇവിടുത്തെ മ്യൂസിയവും അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനൊക്കെ കാണണമെന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾ നേരത്തെ തന്നെ വരണം. നല്ലൊരു സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. നമ്മൾ ബുക്കിലൊക്കെ പഠിച്ച സ്ഥലങ്ങൾ അതൊക്കെ നേരിട്ട് കാണാം, തൊട്ടറിയാം, എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് അതായിരുന്നു എൻ്റെ ഈ യാത്ര. ഇന്ത്യ ഗേറ്റും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.